കംപ്ലൈൻ്റ് ആയാ? എന്നാലും ഗ്യാസ് ഇന്നലെ വന്നല്ലോ. ഇതെന്താ പൊട്ടാത്ത ഉരുക്ക ഇതില്. ഓ വള്ളി പൊട്ടി. അമ്മേ ചായ. ചായ ചായ ഇല്ല, കപ്പില്ല. ഇന്ന് ആർക്കും ചായ ഒന്നും ഇല്ല. ആ എന്താ ഇത് പൊട്ടണില്ലാന്ന്. അമ്മി നമുക്ക് പിന്നെ നോക്കാം. അമ്മ ഇൻഡക്ഷൻ കുക്കറിൽ ചായ വെക്ക്. എന്റെ കൊച്ചെ അത് കംപ്ലൈന്റ് ആയാ? എന്നാ പിന്നെ അച്ഛനെ നന്നാക്കാൻ പറ. പിന്നെ അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ടാണ് അത് കുളമൊക്കെ. ഞാൻ എൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള ആ കടയിൽ കൊടുത്ത് നന്നാക്കിക്കോളാം. പിന്നെ അതിന്റെ പാർട്സ് ഒന്നും കാണൂല അച്ഛൻ്റെ കൈ കൊടുത്ത. എന്തോ ചേച്ചി ഇടന്ന് വലിച്ചു പൊട്ടിക്കുന്നേ? പൊന്നുമോനെ നീ തുറക്ക്. ചേച്ചി ആണുങ്ങൾ വേണ്ടോണി ആണുങ്ങൾ തന്നെ ചെയ്യണം. നിർത്ത്. ദേ കുറച്ച് വിറകെടുത്തിട്ട് ആ അടുപ്പൊന്ന് കത്തിച്ച പുറത്തെ. എന്തേ നോക്കണേ? വല്ലയിടത്തും കെട്ടിച്ചിടുമ്പോഴേ അവിടെ ചിലപ്പോൾ ഇൻഡക്ഷൻ കുക്കറോ ഗ്യാസ് ഒന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പോയി വിറക് കത്തിക്ക്. ഞാനേ അതൊക്കെ ഉള്ളിടത്തോട്ട് പോയിക്കോളാം. പോടി, പോയി കത്തിക്ക്. ചെല്ല്. ഓ നടക്കൊന്നുമില്ല. എന്നിട്ട് വാടാ, വിളിച്ചാ വരാൻ വയ്യ എനിക്ക്. അമ്മ എവിടെ? അമ്മ അടുക്കളയില്. ആ അവളടുത്ത് പറ, അവളെ ഭർത്താവിന് ചായ കൊണ്ടുവരാൻ പറ. അച്ഛാ ചായ ഇട്ട്. എന്ത് അപ്പൊ നീ മൊത്തം കുടിച്ചു തീർത്താ? കുടിച്ചേർത്തില്ല, പാല് വിരിഞ്ഞു പോയി. അപ്പൊ ഞങ്ങൾ രണ്ടാമത് ചായ ഇടുന്നുണ്ട് ഇപ്പം. രണ്ടാടെ പോയി ചായ ഇട്ടോട്ട് വരാൻ പറ. എനിക്ക് ഉറക്കം പറഞ്ഞു. ഉറങ്ങണ ചായ കൊണ്ടുവരാൻ പറടാ. ശരി അച്ഛാ. ആ ഓ എന്താടാ? ഇതണ്ടാ ഞാൻ പൊട്ടിച്ച്. പൊട്ടിച്ചാ? എങ്ങനെ പൊട്ടിച്ച്? അതൊക്കെ ഞാൻ ഒപ്പിച്ച്. ഐ ആം ദ സൺ ഓഫ് ബാലചന്ദ്രൻ തമ്പി. ഓ ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞുകൂടെ? ഓ താങ്ക്സ്. വെൽക്കം. ബാലു, ബാലുവേ ചായ. നീ ഇവിടെ പോയിരുന്നു ഇത്രയും നേരം? സമയം എത്രയായി? കയ്യിൽ വാച്ചല്ലേ എടുക്കണേ, നോക്കിക്കൂടെ? കയ്യിൽ വാച്ചല്ലേ? 42 വാട്ട്സുള്ള ഔട്ട്പുട്ടുള്ള ആംപ്ലിഫയർ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നിനക്കറിയാം, കാരണം മനസ്സിലാവില്ല എന്നെ കണ്ടിട്ട്. നിങ്ങൾ 42 460 വാട്ട്സ് ഉള്ള ആംപ്ലിഫയർ പണി. ഞാൻ എന്ത് വേണം? വേറെ പണിയൊന്നുമില്ലല്ലോ, ഇതല്ലേ ഉള്ളൂ ജോലി. ഇത് എന്നടി എന്റെ പണി. ഇത് എന്റെ പണി. തലച്ചോറ് ഇളകി പണിതുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു ഗ്ലാസ് ചായ വെച്ചപ്പോൾ കൊണ്ടുവരാൻ വയ്യ. അതെ, ഇവിടെ തന്നെ ഇങ്ങനെ കുത്തിരിക്കുക. അത് ഇടയ്ക്ക് അടുക്കളയിലേക്ക് വന്നാൽ ചായ കിട്ടും. ഓ ഞാൻ ചായ ഇട്ട് തരണമെന്ന് ആ പാരമ്പര്യം എൻ്റെ കുടുംബത്തിലില്ല. അതങ്ങ് പടവലത്ത് രാവിലെ കുട്ടമ്പള്ള കഴിച്ച് ചായ ഇട്ട് ആ മന്ത്രിക്ക് കൊണ്ടു കൊടുക്കും. വെറുതെ ആവശ്യമില്ലാതെ പറയരുത് കേട്ടോ. കാര്യം അറിയാതെ സംസാരിക്കരുത് ബാലു. ആ ഗ്യാസ് ഊറ്റി പൊട്ടിക്കാൻ പറ്റാതെ ഞാൻ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. പഠിച്ച പടി 18 നോക്കിയാൽ അത് പൊട്ടിക്കാൻ പറ്റില്ല. അവസാനം കേസ് വന്നാൽ അത് പൊട്ടിച്ചെന്നെ. അത് നീ എൻ്റെ അടുത്ത് പറയാത്തത്? ഓ നിങ്ങൾ 42 460 വാട്ട്സ് ആംപ്ലിഫയർ പണിയുന്ന ആളല്ലേ? ആ ആളെങ്ങനെയാ ഗ്യാസ് ഊറ്റിയൊക്കെ പൊട്ടിക്കണേ? അതെ, എൻ്റെ മനസ്സുണ്ടല്ല നിറയെ വിഷമാണ്. വിഷം, കാള കൂടെ വിഷം. 7 കടലിൽ കുടിച്ചാലും പോകില്ല. കട്ട പിടിച്ച്. അമ്മേ ഫോൺ റിംഗ് ചെയ്യണു. എനിക്ക് ഇപ്പൊ സമയമില്ല, ഫോൺ അറ്റൻഡ് ചെയ്യണം. വന്നിട്ട് മറുപടി തരാം.
ഹലോ ശരി അച്ഛാ. പിന്നെ ഇതിന് ലീവ് എടുത്തില്ല പിന്നെ എന്തിനു ലീവ് എടുക്കാനാ? ഓ അത് കുഴപ്പമൊന്നുമില്ല, കാശ് എത്രയായാലും കുഴപ്പമൊന്നുമില്ല. ആ പറഞ്ഞോളാം. ആ എല്ലാവരോടും പറയാം, എല്ലാവരും കൂടി വന്നോളാം. ശരി ശരി. ഓ ശേ, എന്തോന്ന് വലുത് കണ്ടുകൊണ്ടൂടെ? ലച്ചു, ലച്ചുവേ, ഇതെന്തത്? ഇതെന്തോട് വെള്ളം? ഓ അത് നിന്റെ അച്ഛൻ പമ്മി കളിച്ചതാ. ആരുടെ പമ്പി വന്നത്? മനപ്പൂർവ്വം എടുത്ത് മൂത്തൊഴിച്ചെന്ന് ഞാൻ മാറിയോണ്ട് തറ വീഴുന്നു, അല്ലെങ്കിൽ എൻ്റെ മൊത്തം പൊള്ളിയെന്ന്. ആര് മൂത്തൊഴിച്ചു? നീ എന്നാ മൂത്തൊഴിച്ചത്? എന്നിട്ട് പുറകെ വന്ന് നിന്നല്ല. ലച്ചു അത് തൊടാടി അങ്ങോട്ട് വന്നിട്ട് തൊടാ. ഓടി കാറ്റിക്കളി തൊടാ പെട്ടെന്ന് കേട്ടോ. നീ തൊടാ. പടവലത്തെന്നാ വിളിച്ചെന്ന് മനസ്സിലായി കാണുമല്ലോ. പടവലത്തെന്ന് വിളിച്ചത് ഞാൻ അങ്ങനെ അറിയും? അല്ലെങ്കിൽ ഒരു ദിവസം നിന്നെ ആരൊക്കെ വിളിക്കുന്നുണ്ട്? കമ്പനിയിൽ നിന്ന് വിളിക്കും, മാനേജർ വിളിക്കും, നിന്റെ രാജേഷ് വിളിക്കും, നിനക്ക് പരിചയമുള്ള എല്ലാവരും വിളിക്കും. പിന്നീട് കൂടെ ശല്യപ്പെടുത്താണ്ട് നിന്റെ അച്ഛൻ കുട്ടൻപിള്ളയും പിടിക്കും. എല്ലാവരും വിളിക്കണം, ഞാൻ അങ്ങനെ അറിയും? ഓ ഞാൻ പറയണമെന്ന് കേൾക്കാൻ സമയമില്ല, ഞാൻ ധ്യാനത്തിലാണ്. ഇങ്ങനെയാണ് ധ്യാനിക്കണേ? കാലുമ കാലും കയറ്റി വെച്ച്. കാലം എവിടെ ആയിരുന്നാലും മനസ്സുറച്ചു നിന്നാ മതി. ബാലു, ഞാൻ പറയണമെന്ന് കേക്ക്. അച്ഛൻ പടവലത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആയില്യം പൂജ നടത്തുകയാണ്. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ദൈവാധീനക്കുറവുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പണ്ടേ അറിയാം നിന്റെ അച്ഛന് ഒരു ദൈവാധീനവും ഇല്ല. അങ്ങനെ ഈശ്വര ചിന്തയില്ല, ദൈവാധീനം ഇല്ലാത്ത ഒരു കശ്മലനാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അയാൾക്ക് ചില്ലറ പ്രാക്കാണ് കിട്ടുന്നത്. ആരെ പ്രാക്ക്? എൻ്റെ. അതെന്തിന്? തരാന്ന് പറഞ്ഞ വസ്തു എഴുതി തരുന്നവരെ അയാൾക്ക് കഷ്ടകാലമാണ്. അപ്പോഴേ അയാൾ ഈ പ്രാക്കിൽ നിന്ന് രക്ഷപ്പെടും. രക്ഷപ്പെടില്ല എന്നൊക്കെ തീരുമാനിക്കുന്നതേ ദൈവമാണ്. അദ്ദേഹം തീരുമാനിച്ചോളൂ. ഇത് ആയില്യ പൂജയാണ്. പോയാൽ നമുക്ക് അതിന്റെ ഗുണം കിട്ടും. അയ്യോ, എനിക്ക് പൂജയുടെ ഗുണമൊന്നും വേണ്ട. നിന്റെ അച്ഛൻ കുട്ടൻപിള്ളയും നിന്റെ അമ്മ ബാബാനി അമ്മയും കൂടെ പങ്കിട്ടങ്ങ് എടുത്തോട്ട്. എന്റെ ബാലു, അവിടെ ചെല്ലുമ്പോൾ അവിടെ നാട്ടുകാർ എന്നോട് ചോദിക്കൂലേ നിങ്ങൾ എന്താ വരാത്തേന്ന്? ചോദിക്കണം. അപ്പൊ ഞാൻ എന്താ പറയാ? ചോദിക്കണം, നാട്ടുകാരെ ചോദിക്കണം, പിന്നെ അയൽവക്കക്കാരെ ചോദിക്കണം. ചോദിക്കുമ്പോ ഞാൻ മണി പോലെ ഉത്തരം കൊടുക്കും. കല്യാണം കഴിഞ്ഞിട്ട് അയ്യോ മതി. നിങ്ങൾ വന്നാലും ശരി വന്നില്ലേലും ശരി അവിടെ പൂജ ഗംഭീരമായിട്ട് നടന്നോളും. പിന്നെ ഒരു കാര്യം ഓർത്തോ, നാഗദൈവങ്ങൾക്കുള്ള പൂജയാണ്, അതോർത്ത് വെച്ചോ. ആ പറഞ്ഞ് പേടിപ്പിക്കാനോ? അമ്മ ടെൻഷൻ എടുത്തിരുന്ന എങ്ങനെ? എന്തായാലും അച്ഛൻ കാണിക്കുന്ന ഒരു മര്യാദയില്ലാത്ത പരിപാടിയാ. ഇത് എന്നോട് പറയാതെ നേരിട്ട് അങ്ങോട്ട് പോയി പറ. എടാ യേശു, നീ ചെന്ന് പറ. നീയല്ല അച്ഛന്റെ മാനസപുത്രൻ. എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ ഒരു ധൈര്യക്കുറവ് അല്ലേ? ശിവ, ഇടയ്ക്ക് കയറിയുള്ള കൗണ്ടർ നീ നിർത്ത്. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരു സോപ്പിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം. പക്ഷേ അച്ഛൻ അനുസരിച്ചില്ലെങ്കിൽ എന്താവും? അനുസരിക്കാനാ? ആരനുസരിക്കാൻ? നിന്റെ അച്ഛൻ കൊച്ചിലോട്ട് ആരെങ്കിലും അനുസരിച്ച് ശീലമുണ്ടോ? അച്ഛൻ എന്താ കവറില്? ഇത് പച്ചയ്ക്ക് തിന്നാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. എന്ത് ഇത് നല്ല ലാഭത്തിൽ കിട്ടി, കുറെ ചാള, നല്ല പച്ച ചാള. അയ്യേ, മത്സ്യോ? മത്സ്യമല്ല, ഫിഷ്. എന്ത് ബാലു, ആയില്യ പൂജ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ ആരും ഫിഷും ഇറച്ചിയൊന്നും കഴിക്കുന്നില്ല. ഫിഷ് ഇറച്ചി പോണൊരു ആയില്യ പൂജയ്ക്ക് പോണവര് കഴിക്കണ്ട, എനിക്ക് കഴിക്കാം. നിങ്ങൾക്ക് കഴിക്കാൻ നിങ്ങൾ എന്നെ വെട്ടി തേച്ച് കറി വെച്ച് അങ്ങ് കഴിക്കും. എങ്ങനെ? നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ വെട്ടി തേച്ച് കഴുകി കറി വെച്ച് അങ്ങ് കഴിക്കാൻ. ഞാൻ തന്നെ വെട്ടി കഴുകി കറി വെച്ച് കഴിക്കണമെന്നില്ല. അപ്പൊ എല്ലാം കൂടെ എന്നെ ഒറ്റപ്പെടുത്തണാടി. ആരച്ഛനെ ഒറ്റപ്പെടുത്തി? എടാ കേശു, ഇതൊക്കെ അച്ഛന്റെ മനസ്സിലുള്ള ചിന്ത അല്ല. എന്ത് കൊച്ചേ, ഈ ചെറിയ വായിൽ വലിയ വർത്താനം പറയല്ല. എനിക്കിപ്പോ മീൻ കറി വെച്ച് തരാൻ പറ്റില്ലേ? അതെനിക്ക് അറിയണപ്പോ. പറ്റൂല. ഞാൻ എനിക്ക് പട്ടിക്കിട്ട് കൊടുക്കും. ആ പട്ടിക്ക പൂച്ചയ്ക്ക് ആർക്കെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കും. മീനും കൊണ്ട് പൂച്ചയ്ക്ക ആർക്ക് ഇട്ട് കൊടുക്കാം? പട്ടിക്ക പൂച്ചയ്ക്ക ഇട്ട് കൊടുക്കും. പട്ടി
എന്ത് പറ്റി? എന്താ പറ്റിയേ? വേർക്കണ്ടല്ലോ. എന്ത് പറ്റി ബാലു? എന്താ പറ്റിയ? വയ്യേ? ഇടി ശിവ, ലച്ചു, കേശു. ബാലു ബാലു എന്താ പറ്റിയേ? വയ്യേ? നെഞ്ചോൻ എടുക്കണ്ട? എന്താ അമ്മ? ആ വെള്ളം എടുത്തേ. വെള്ളം കുടിക്കും. എന്താ പ്രശ്നം? അച്ഛാ എന്താ പ്രശ്നം? ഒന്നുമില്ലടാ. ബാലു വയ്യായിക ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോകാം. വയ്യായിക വെച്ചോണ്ടിരിക്കരുതും. പിന്നെ സൂചിക്ക് എടുക്കേണ്ടത് കത്തി കൊണ്ട് എടുക്കേണ്ടി വരും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞില്ലടാ. അച്ഛാ അച്ഛനൊന്ന് കണ്ണടിച്ചേ. കണ്ണടിക്കേ. കണ്ണടിക്കച്ചാ. നീ എന്ത് ചെയ്യാൻ പോവാ? മുണ്ടരുത്. കണ്ണടിക്കച്ചാ. എന്തിന്? കണ്ണടിക്ക്. കണ്ണടിക്കാൻ. എന്റെ ബാലു അച്ഛന്റെ ദേഹത്തെ പേടിപ്പിക്കുന്നതിനെ ഇറങ്ങ്, ഇല്ലെങ്കിൽ പണിയിട്ടും. അയ്യോ അടിക്കൊന്നും വേണ്ട. ഞാൻ ഒരു സ്വപ്നം കണ്ടത്. സ്വപ്നോ? എന്ത് സ്വപ്നം? ഒരു ഭയങ്കര ഒരു കള്ളം വന്നിട്ടേ എൻ്റെ ടൂൾസും സ്പാനറും പിന്നെ സ്പീക്കറും ടാപ്പ് റെക്കോർഡും എല്ലാം എടുത്തോണ്ട് ഒരു ചാക്കിനകത്തോട്ട് കൊണ്ടുപോടി. ഞാൻ ഓട്ടിച്ചിട്ട് പിടിച്ചിട്ട് തിരിച്ചു വെച്ച്. എന്റെ അച്ഛൻ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അയാളത് എടുത്തോണ്ട് പോയായിരുന്നെങ്കിൽ ആ മുറിയെങ്കിലും ഒന്ന് വൃത്തിയായി കിട്ടിയേനെ. കഷ്ടം. ഇത്ര നീളം ഉത്തര വണ്ണം കളഞ്ഞ്. അയ്യോ വല്ലാത്ത പോ. പറഞ്ഞോട്ടോ. അയ്യോ വല്ലാത്തൊരു കള്ളായി. പുള്ളിയും പടപ്പുമായിട്ടുള്ളൊരു കള്ളായി. നീ എന്ത് ചെയ്യാൻ പോണു? കിടക്കാമോ? നീ ഉറങ്ങണ്ട, എഴുച്ചിട്ടടി. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരി. അങ്ങനെ ഇരുന്നോ. എനിക്ക് ഉറങ്ങണ്ടേ? ഞാൻ ഉറങ്ങിയിട്ട് ഉറങ്ങിയാൽ മതി. എവിടെ പോയി? രാവിലെ തന്നെ എണീറ്റാ? ഇന്നലത്തെ ക്ഷീണത്തിന് ഇപ്പൊ എണീക്കണ്ടെന്നോ അല്ലല്ലോ എൻ്റെ അമ്മ. ലച്ചു, ലച്ചുവേ, പിള്ളേരെ, ശിവ എണീക്ക്. ഓ പിടിച്ചു പോവാന്ന് മാത്രമേ ഉള്ളൂ, എണീക്കൊന്നുമില്ല. അമ്മ ചായ. എന്താ ചായ? ചായ എന്തേ? ഒന്ന് പോയാ ചേച്ചു. തമ്മിലോട് ചായം ചോദിച്ചു വന്നിരിക്കുക. പക്ഷെ രാത്രി ഇന്നലെ ഞെട്ടി എണീറ്റ് തല പെരുത്തിരിക്കുക. ഞാനും ഉറങ്ങിയിട്ടില്ല. ഞാൻ നേരം വെളുത്തപ്പോൾ ഉറങ്ങിയത്. നന്നായി. അച്ഛൻ പുറത്തുണ്ടാന്ന് നോക്കിയിരുന്നു. പുറത്താ? ഞാൻ എണീറ്റപ്പോ അവിടെ കണ്ടില്ല. നീ പുറത്തുണ്ടാന്ന് നോക്കി ലച്ചു ഒന്ന്. അമ്മ എന്താ? അച്ഛനാണ് പോയി? അറിയില്ല, ഞാൻ എണീറ്റപ്പോ അവിടെ കണ്ടൊന്നുമില്ല. അവിടെ എങ്ങനെ ഉണ്ടാന്ന് നോക്ക്. നമുക്ക് ചായ കുടിച്ചിട്ട് പോയാ പോലെ. ചായ കുറച്ച് കഴിഞ്ഞിട്ട് ആവുള്ളൂ. ചായ കുടിച്ചിട്ട് പോകാൻ. ഈ അച്ഛൻ ഇവിടെ ഒന്നും ഇല്ലല്ലോ. എടി നിനക്ക് പറ്റുന്ന പരമാവധി സൗണ്ട് വിളി. ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടി വിളിക്കാം. 1 2 3 ഗോ. അച്ഛാ 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 അച്ഛാ. ഈ അച്ഛൻ അവിടെ ഒന്നും ഇല്ല. അച്ഛാ ചേച്ചി ആ ഫോൺ കിട്ടു തന്നെ. ബാലൻസിലടാ. അല്ലെങ്കിൽ ചേച്ചി ഫോണിൽ എന്നാ ബാലൻസ് ഉള്ളത്? എന്താ? നമ്മുടെ ഫോണൊന്നും തരുമോ? ഇതിനെപ്പോ രാവിലെ ഫോൺ അച്ഛനെ വിളിക്കാണ്. എടുത്ത് വിളിക്ക്. നമുക്ക് വിളിച്ചു നോക്കാം, ചിലപ്പോ കിട്ടും. വിളി. റിങ് അടിക്കണ്ടേ?
എടി മണ്ടി ഇതുകൊണ്ട് അച്ഛന്റെ റൂമിൽ നിന്ന് തന്നെ ഫോൺ അടിക്കുന്നു. അച്ഛൻ ഫോൺ കൊണ്ടുപോയില്ല. എന്ത് കഷ്ടം അത്. എന്ത് പറയാനാ, മിണ്ടാതെ പറയാതെ വെളുപ്പാങ്കാലത്ത് ഇറങ്ങി പോയിക്കോളും. അമ്മ അമ്മ എനിക്ക് ഡൗട്ട്, അച്ഛൻ ഇനിയിപ്പം ഭാഷ്യങ്ങളുടെ വീടുകളിലും പോയി കാണൂ നേരം വിളിക്കണേക്ക് മുമ്പാ? ആ അച്ഛൻ അങ്ങനെയൊന്നുമില്ല, രാത്രിയും പകലൊന്നുമില്ല, പോയിക്കോളും. നീലു, അയ്യോ അയ്യോ, ആരും ഒരുങ്ങിയില്ലേ? ഒരുങ്ങിയില്ലെന്നാ? നിങ്ങൾ ഒരുങ്ങി എവിടെയാ പോയേ? ഞാൻ അമ്പലത്തിൽ പോയി. ആണ് അച്ഛനമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ എന്തിനാ ഒരുങ്ങണേ? എടി ഇന്നല്ലേ അവിടെ ആയില്ലേ, പോട്ടെ നമുക്ക്. അയ്യോ ഇന്നല്ല, നാളെയാണ്. ആയില്യത്തിന്റെ അന്നേരം പോകോട്ട് നമ്മൾ തലേദിവസമേ പോകണം. പോയി പൂജകളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് സഹായിക്കണം. എന്നാലേ നമ്മൾ നാഗരാജാവ് തൃപ്തിപ്പെടുള്ളൂ, അനുഗ്രഹിക്കോളൂ. അച്ഛൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛൻ ഇന്നലെ സ്വപ്നത്തിൽ ആരെയാ കണ്ടേ? ഭയങ്കര ഒരു പേരേട്ട കള്ളനെ കണ്ട്. ആ കള്ളൻ നിങ്ങള്, സ്വപ്നത്തെ ഒന്ന് പേടിപ്പിച്ചത് ദൈവം. Yeah.